ഹെൽത്ത് കെയറിനെ എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് നമുക്ക് SUT പട്ടം ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായ ഡോക്ടർ ബിനു ബ്രൈറ്റ് സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. സാറ് IIS ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫെലോഷിപ്പ് എടുത്ത ആളുകൂടെയാണ്. അപ്പോൾ നമുക്ക് സാറിനോട് നമ്മുടെ ഡൗട്ടുകൾ വിശദമായിട്ട് ചോദിക്കാവുന്നതാണ്. വെൽക്കം സാർ. താങ്ക് യു. സർ, എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഡിസിൻ എന്ന് ഉദ്ദേശിക്കുന്നത്? അത് നമ്മുടെ ഹോസ്പിറ്റലുമായിട്ട് എങ്ങനെയാണ് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്? അതായത് നമ്മുടെ മനുഷ്യനെ പോലെ ചിന്തിക്കാൻ പറ്റുന്നതും അല്ലെങ്കിൽ ഇൻഫർമേഷൻ മനസ്സിലാക്കാൻ പറ്റുന്നതും സിസ്റ്റംസ് അല്ലെങ്കിൽ പ്രോഗ്രാംസ് നമ്മൾ AI എന്ന് പറയും. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇത് കണ്ടു തുടങ്ങി ആദ്യം പല രീതിയിലും നമ്മുടെ ഈ പറഞ്ഞ ChatGPT, ജെമിനി ഇങ്ങനെയൊക്കെയുള്ള പല ആപ്ലിക്കേഷൻസ് കണ്ടു തുടങ്ങിയെങ്കിൽ ഇപ്പോൾ ഇത് ഹെൽത്ത് കെയറിലോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിപ്പം നമ്മൾ പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പ്ലോഷൻ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പല രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ ഹെൽത്ത് കെയറിൽ ഇപ്പം AI കാണുന്നുണ്ട്. ഓക്കെ, അത് നമ്മുടെ ഹോസ്പിറ്റലിലിട്ട് നല്ല എങ്ങനെയാണ് അത് റിലേഷൻ വരുന്നത് എന്നുള്ളത്? നമ്മളിപ്പോൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് റേഡിയോളജിയിലും അല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ ഭാഗത്തുമാണ്. അപ്പോൾ അതായത് നമ്മളിപ്പോൾ എടുക്കുന്ന ഓരോ എക്സ്റേ, CT, MRI ഒക്കെ നമ്മൾ മനുഷ്യൻ റീഡ് ചെയ്യുന്നതിനെക്കാട്ടും വളരെ ഫാസ്റ്റായിട്ട് AIക്ക് റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എപ്പോഴും ആക്യുറേറ്റ് ആണ് നിർബന്ധമില്ല, എന്നാൽ പോലും വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് തന്നെ അതിനൊരു ഇത് ഒരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണെന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത് ഡോക്യുമെൻറ്റേഷനിൽ ഇപ്പോൾ നമ്മളിപ്പം ഒരു പേഷ്യൻ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ വോയിസ് റെക്കോർഡിംഗ് കിട്ടിയാൽ തന്നെ അതിൽ നിന്ന് തന്നെ ഒരു ഫുൾ ഷീറ്റായിട്ട് ഒരു ഹിസ്റ്ററി എടുക്കാനൊക്കെ ആക്ച്വലി AIക്ക് മിനിറ്റ്സ് സെക്കൻഡ്സ് മതിയാവും. അപ്പോൾ നമ്മൾ ഒരു ഡോക്ടറിൻ്റെ സഹായിയായിട്ട് എപ്പോഴും ഒരു AI നിൽക്കാൻ പറ്റും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. അപ്പോൾ ഒരു കാര്യം, ഇപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ChatGPT ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് അതിലോട്ട് നോക്കിയിട്ട് ഓരോ ഇൻഫർമേഷൻ നമ്മൾ എടുക്കുന്നു. അപ്പോൾ അത് സാറിൻ്റെ അഭിപ്രായത്തിൽ അത് ഇറ്റ്സ് ഓക്കെ ആണോ? അത് വിശ്വസിക്കാവോ? എങ്ങനെയാണത്? അതായത് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ChatGPT അടിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെയുള്ള ആൻസർ വളരെ ആക്യുറേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതൊരിക്കലും വേണ്ട എന്ന് പറയുന്നില്ല. പക്ഷേ നമുക്ക് സീരിയസ് ആയിട്ടൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ എപ്പോഴും ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ ഒരു ഒപ്പീനിയൻ എടുക്കാൻ തെറ്റില്ല. പക്ഷേ ഒപ്പീനിയന് ശേഷം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ആക്ച്വലി റിയൽ ഡോക്ടറെ കാണുന്നത് ആയിരിക്കും റെക്കമെൻഡ് ചെയ്യുക. സാർ, ഇപ്പം നമ്മുടെ SUTയിൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ എമർജൻസി മെഡിസിന് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു എമർജൻസി ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് വന്നാൽ മേ ബി അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് AI ഹെൽപ്ഫുൾ ആണോ? അത് എഫക്റ്റീവ് ആണോ? എങ്ങനെ? എമർജൻസി മെഡിസിനിൽ ഒരുപാട് റിസർച്ച് AI ബേസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ നടക്കുന്നത് വെച്ചാൽ ട്രയേജ് എന്ന് പറയും. അത് ഒരുപാട് പേഷ്യൻസ് ഒരുമിച്ച് വരുവാണ്. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് നടന്നൊരു 5 പേരെ കൊണ്ടുവരികയാണെങ്കിൽ ഏത് പേഷ്യൻ്റ് ഏറ്റവും ക്രിട്ടിക്കൽ എന്ന് മനസ്സിലാക്കാനായിട്ട് ആക്ച്വലി നമുക്ക് AI ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് ആ ആൾക്ക് കൂടുതൽ പെട്ടെന്ന് നമുക്ക് പ്രയോറിറ്റി കൊടുക്കാനും ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും പറ്റും. അതേപോലെ പലതരത്തിലുള്ള ഡോസേജസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ AI ഹെൽപ്ഫുൾ ആണ്. എമർജൻസിയിലും ആക്ച്വലി പലതരത്തിലുള്ള റിസർച്ചസ് ഇപ്പോൾ ഓൺഗോയിങ് ആണ് AI ഇൻ ഹെൽത്ത് കെയറിൽ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ച് തുടങ്ങി വരുന്ന കുട്ടികളുണ്ടാവില്ല മെഡിസിൻസ് ഒക്കെ. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് അത്? നമുക്ക് ഈ AI എന്ന് പറയുന്ന ഇറ്റ്സ് എ വിഷ്വൽ, അല്ലെങ്കിൽ അതിൽ നമുക്ക് റീഡ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ മെഡിക്കൽ സ്റ്റുഡൻറ്റ് നമുക്ക് ഓൾമോസ്റ്റ് പ്രാക്ടിക്കൽ ചെയ്യണം അല്ലേ? ഓരോ കാര്യങ്ങൾ ഇനി എന്ത് കാര്യം ആയിരിക്കോട്ടെ. അപ്പോൾ അത് എങ്ങനെയാണ് ഈ മെഡിക്കൽ സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ, അതോ അതിൽ അവർക്ക് തിയറി ബേസ് ചെയ്ത് മാത്രമാണ്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഇപ്പം ഞങ്ങൾ പഠിച്ച സമയത്തൊന്നും AI ഒന്നും ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ആക്ച്വലി ഉള്ള എല്ലാ മെഡിക്കൽ സ്റ്റുഡൻസിനും വളരെ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് AI. അതായത് ഇനി ഫ്യൂച്ചറിലോട്ട് പോകുമ്പോഴത്തേക്കും അതൊരിക്കലും ഇനി ആക്ച്വലി ബാക്കിലോട്ട് പോകാൻ പോകുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് മെഡിക്കൽ സ്റ്റുഡൻസ് പോലുള്ള കുട്ടികൾ ആക്ച്വലി ഇത് എത്രയും പെട്ടെന്ന് തന്നെ അഡാപ്റ്റ് ചെയ്യാനും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും യൂസ് ചെയ്യാൻ തുടങ്ങണമെന്ന് ഞാൻ പറയുന്നത്. എന്നാൽ ഇതിൻ്റെ ആക്ച്വലി ഉള്ള ദോഷവശങ്ങൾ അറിഞ്ഞിരിക്കുക. കാരണം ഇതിലുള്ള ഇൻഫർമേഷൻ എപ്പോഴും ആക്യുറേറ്റ് നിർബന്ധമില്ല. കാരണം AIയിലുള്ള മിക്ക എന്താ പറയുക ഔട്ട്പുട്ട്സും അത് ഓൾറെഡി പഠിച്ച ഇൻഫർമേഷൻ വെച്ചിട്ടാണ് തിരിച്ച് പറയുന്നത്. അപ്പോൾ അത് ഇനിഷ്യലി പഠിച്ചിട്ടുള്ള വിവരങ്ങൾ അത്രയും അക്യുറേറ്റ് അല്ലെങ്കിൽ അതിനുള്ള ഔട്ട്കമ്മും അതേപോലെ ആയിരിക്കും. അപ്പം ആ ഒരു സിറ്റുവേഷൻ അറിഞ്ഞിരിക്കുക. കാരണം AI പറയുന്ന എല്ലാം 100% കോൺഫിഡൻ്റ് ആയിരിക്കും, തെറ്റാണെങ്കിൽ പോലും. അപ്പം അത് തെറ്റാണോ ശരിയാണോ എന്ന് മനസ്സിലാക്കാനുള്ളൊരു ഐഡിയയും കൂടി വെച്ചതിന് ശേഷം AI യൂസ് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി ഇപ്പോഴത്തെ ജനറേഷനുള്ള മെഡിക്കൽ സ്റ്റുഡൻസിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും AI ടെക്നോളജി. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതലും പ്രാക്ടിക്കൽ ചെയ്യുമ്പോഴാണ് അവർക്ക് കൂടുതൽ എഫക്റ്റീവ് ആവുന്നത്. നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നതോടായിരിക്കും AI എങ്ങനെ ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കുക. കാരണം AI നമ്മൾ എങ്ങനെ ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരവാദിത്വം തരിക. അപ്പോൾ എങ്ങനെ ചോദിക്കണമെന്ന് മനസ്സിലാക്കുന്നത് പോലും ഒരു സ്കില്ലാണ് നമ്മൾ AI യൂസ് ചെയ്യുമ്പോഴത്തേക്കും. പഴയ ആൾക്കാർക്ക് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ AI അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അവരുടെ ഒരു കമൻറ്റ്സ് എന്തായാലും സാറ് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ ഒരു ഒപ്പീനിയൻ എന്താ AIനെ കുറിച്ചിട്ട്? ഇറ്റ്സ് ഓക്കെ ആണോ, അതോ യൂസ്ഫുൾ ആണെന്നാണോ, അതോ വർത്ത്ലെസ് ആണോ, എങ്ങനെയാണത്? നമ്മൾ AI ഹെൽത്ത് കെയർ എടുക്കുകയാണെങ്കിൽ നമ്മൾ AI ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു ഡിഫിക്കൽട്ടി പറയുന്നത് തന്നെ ആക്ച്വലി നമ്മുടെ ഈ ഒരു അഡോപ്റ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ടി ഉള്ള ഒരു നമ്മുടെ എല്ലാ ജനറേഷനാണ്. ഒരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം പക്ഷേ അവരുടെ ഒരു രീതിയിൽ അത് കറക്റ്റാണ്. എന്താ വെച്ചാൽ എന്താ പറയുക, അവർ പഠിച്ചു വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു പുതിയൊരു ടെക്നോളജി വരുന്നു. അപ്പോൾ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് ആക്ച്വലി അതിൽ കുറച്ചൊരു എന്താ പറയുക സാങ്കേതികമായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്നാൽ പോലും നമ്മളെപ്പോഴും ഒരു പുതിയ ടെക്നോളജി വരുമ്പോൾ നമ്മളതിനെ തള്ളിക്കളയുന്നതിന് പകരമായിട്ട് അതിലോട്ട് നമ്മൾ കുറച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതെപ്പോഴും അത് ഒരു ഹെൽപ്ഫുൾ ആവുന്ന സിറ്റുവേഷനിലോട്ട് കൊണ്ടെത്തിക്കാൻ പറ്റും. പക്ഷെ അത് കംപ്ലീറ്റ്ലി അത് വേണ്ടെന്ന് വെക്കുന്ന ഒരു നല്ലൊരു ഐഡിയ അല്ല. ബട്ട് ഇപ്പോഴത്തെ ഒരു
നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഹെൽത്ത് കെയറിൽ ഒരു ഏറ്റവും വലിയൊരു ഡിഫിക്കൽട്ടി തന്നെ നമ്മുടെ എൽഡർ ജനറേഷൻ അല്ലെങ്കിൽ സീനിയർ ഡോക്ടേഴ്സിനെയൊക്കെ AI കൊണ്ടെത്തിക്കുക എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മെഡിക്കൽ ടേം അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള പ്രൊഫഷൻസ് അല്ലെ പല രീതിയിലുള്ള സബ്ജക്ട്സുകളുണ്ട്. അപ്പോൾ അതെല്ലാം ഒരുപോലെ തന്നെയാണോ ഈ AI ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ? അതായത് AI ആക്ച്വലി നമുക്ക് നമ്മൾ മനുഷ്യൻ മനസ്സിലാക്കുന്ന പോലെ അല്ല അത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് മെയിൻലി പാറ്റേൺസും ഇമേജസും ടെക്സ്റ്റൊക്കെയാണ് അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അതപ്പോൾ നമ്മൾ എന്ത് രീതിയിലുള്ള ഇൻഫർമേഷൻ കൊടുത്താലും അതിൽ നിന്നൊരു പാറ്റേൺ കണ്ടുപിടിക്കുക, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഉത്തരങ്ങൾ തരിക എന്നാണ് AI പ്രൈമലി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനുഷ്യൻ ചിന്തിക്കുന്നതിനെക്കാട്ടിയും വേറൊരു രീതിയിലേക്കും അത് ചിന്തിക്കുക. അതുകൊണ്ട് ഏത് സബ്ജക്റ്റും ഒരേപോലെ ഹാൻഡിൽ ചെയ്യാൻ അതിന് പറ്റും. നമ്മൾ ഇപ്പോഴത്തെ കറണ്ട് അവൈലബിൾ ടെക്നോളജി എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ AI യൂസ് ചെയ്യുന്നത് ഇമേജ് റെക്കഗ്നിഷൻ പാറ്റേൺസിലും ടെക്സ്റ്റ് ബേസ്ഡ് ഇതിലും ആയിരിക്കും. പക്ഷേ ഇനി വരുന്നതിനകത്ത് കൂടുതലും വോയിസും നമ്മുടെ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് പോലും മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള AIs ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. ഓക്കെ. പിന്നെ ഒരു കാര്യം സാർ, നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് മാത്രമാണോ ഈ AI യൂസ് ചെയ്യുന്നതോ നമുക്ക് ഈ പഠിച്ച് വരുന്ന ഡോക്ടേഴ്സിന് നമുക്ക് AI യൂസ് ചെയ്യാം? അതോ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കാണോ കൂടുതൽ യൂസ്ഫുൾ? അതായത് നമ്മൾ എക്സ്പീരിയൻസ് ഉള്ള ആൾ യൂസ് ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസം വെച്ചാൽ നമുക്ക് AI പറയുന്ന ഇൻ്റർപ്രിട്ടേഷൻസ് നമുക്കത് വേണോ വേണ്ടെന്ന് ഡിസൈഡ് ചെയ്യാനുള്ളൊരു അറിവ് അവർക്കുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പക്ഷേ എന്തുകൊണ്ട് അവർ ലിമിറ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ ഒരു അസിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു അസിസ്റ്റൻ്റായിട്ട് വേണം AI നമ്മൾ ക്ലിനിക്കൽ പ്രാക്ടീസ് യൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ യങ്സ്റ്റേഴ്സ് ഇത് യൂസ് ചെയ്ത് നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ ഡോസ് എഴുതുകയോ അല്ലെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തെറ്റിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഓൾറെഡി മെഡിക്കൽ നോളജ് ഉള്ള ഒരു വ്യക്തി AI യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. എന്നാൽ കുറച്ച് അറിവുള്ള ഒരാൾ AI യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തെറ്റിനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. ഓക്കെ. സാറിനെ കുറിച്ചൊരു മീൻസ് ആ വിഷൻ എന്താ, ഈ AI കുറിച്ചുള്ള വിഷൻ സാറിൻ്റെ ഒരു ഒപ്പീനിയൻ എങ്ങനെയാണ്? അതായത് AI ഒരിക്കലും നമ്മുടെ എന്തെങ്കിലും നിയർ ഫ്യൂച്ചർ ഡോക്ടേഴ്സിനെ റീപ്ലേസ് ചെയ്യത്തില്ല. പക്ഷേ എപ്പോഴും AI ഒരു അസിസ്റ്റൻ്റായിട്ട് വളർന്നു വരിക തന്നെ ചെയ്യും. ഇനി ഒരിക്കലും അത് ബാക്കിലോട്ട് പോകാനുള്ളൊരു സാധ്യതയില്ല. നമ്മൾ പണ്ട് ടൈപ്പ് റൈറ്ററിൽ നിന്ന് കമ്പ്യൂട്ടറിൽ വന്നതുപോലെ ഇനി വരും വർഷങ്ങൾ ഉറപ്പായിട്ടും AI ഒരു ഡോക്ടറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് തന്നെ വരികയും ചെയ്യും. പലപ്പോഴും നമ്മളെക്കാട്ടിയും വളരെ ഫാസ്റ്റായിട്ട് ഡേറ്റ എന്താ പറയുക ഇൻ്റർപ്രറ്റ് ചെയ്യാൻ അനലൈസ് ചെയ്യാനൊക്കെ AIക്ക് പറ്റും. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം ചിന്തിക്കുകയാണെങ്കിൽ നമ്മളൊരു 10-20 പേഷ്യൻ്റ് നമ്മൾ ക്ഷീണിക്കുമെങ്കിൽ AI ഒരിക്കലും ക്ഷീണിക്കുന്നില്ല. അപ്പോൾ AIക്ക് ഉറക്കം വേണ്ട, ക്ഷീണമില്ല. അപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും വളരെ ഒരു സ്ട്രോങ് അസിസ്റ്റൻ്റായിട്ട് AIക്ക് മാറാൻ പറ്റും. നമുക്കൊരു ഗുഡ് മെസ്സേജ് എന്ന് നമുക്ക് വ്യൂവേഴ്സിന് കൊടുക്കാനായിട്ട് സാറിൻ്റെ ഒരു മെസ്സേജ് എന്താണ് AI കുറിച്ചിട്ട്? എങ്ങനെയാണ്? അപ്പോൾ AI നമ്മുടെ ആക്ച്വലി വരുന്ന ഫ്യൂച്ചർ തന്നെയാണ്. നമുക്കറിയാം നമ്മുടെ എല്ലാ ഫീൽഡിലും AI വന്നു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് AI എന്നൊരു ടെക്നോളജി എത്രയും നേരത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിൻ്റെ കൂടുതൽ ഇതിൻ്റെ ദോഷവശങ്ങളും നല്ല വശങ്ങളും അറിയുക എന്നതും കൂടി ഇതിനോട് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഡോക്ടറായാലും ശരി പബ്ലിക് ആണെങ്കിലും ശരി. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ ടെക്നോളജി യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്കതൊരു നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. അപ്പോൾ ഈ AIക്ക് അഡ്വാൻറ്റേജും ഉണ്ട് ഡിസഡ്വാൻറ്റേജും ഉണ്ട് അല്ലേ? അതെ. അപ്പോൾ അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഇപ്പം ഒരു നോർമൽ ഒരു മനുഷ്യൻ വായിക്കുന്നതിനെക്കാട്ടിയും വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് വളരെ ലാർജ് വോളിയം ഓഫ് ഡേറ്റ അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് നമ്മൾ ഹോസ്പിറ്റൽ ഡോക്യുമെൻറ്റേഷനിലാണെങ്കിലും റിസർച്ച് ആക്ടിവിറ്റീസിലൊക്കെ ആണെങ്കിലും ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇമേജസ് ഒക്കെ വളരെ നമ്മൾ സാധാരണ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിനെക്കാട്ടിയും കോംപ്ലക്സ് പാറ്റേൺസ് മനസ്സിലാക്കാൻ AIക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോലും ചിന്തിക്കാത്ത പല ഡയഗ്നോസിസും ചിലപ്പോൾ നമ്മളെക്കാട്ടിയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ AIക്ക് സാധിക്കും. അപ്പോൾ ഇങ്ങനെ പല യൂസസ് ഉണ്ട്. ഇനി ഡ്രോബാക്സ് പറയുകയാണെങ്കിൽ നമ്മൾ AI എപ്പോഴും എത്രത്തോളം നമ്മൾ റിലേ ചെയ്യുന്നുള്ളത് AI ട്രെയിൻ ചെയ്ത മോഡലിനെ ബേസ് ചെയ്തിരിക്കും. ഇപ്പോൾ മോഡൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു 1000 പേഷ്യൻസിൻ്റെ റെക്കോർഡ് കാണിച്ചിട്ട് ഇതാണ് ഈ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 1001ാമത്തെ പേഷ്യൻ്റ് AI പറയും ഇത് മേ ബി ഇതേപോലത്തെ ഒരു കണ്ടീഷൻ ആയിരിക്കാമെന്ന്. എന്നാൽ അത് 1000 പേഷ്യൻസിൻ്റെ ഡേറ്റ ബേസ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന AI നല്ല AI അല്ലെങ്കിൽ ആ ഡേറ്റയും അത്രയും വാല്യുബിൾ ആയിരിക്കത്തില്ല. പിന്നെ AIയിൽ കുറേ എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ പേഷ്യൻ്റെ പ്രൈവറ്റ് ഡേറ്റ ആയിരിക്കാം. നമ്മളൊരു പബ്ലിക് അല്ലെങ്കിൽ നമ്മളൊരു ഔട്ട്സോഴ്സ് ചെയ്ത് ഒരു സോഫ്റ്റ്വെയറിലോട്ട് കൊടുക്കുമ്പോഴത്തേക്കും അവിടുന്ന് ചോരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിൽ കുറേ എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ട്. അതേപോലെ നമ്മൾ AI യൂസ് ചെയ്ത് ഡയഗ്നോസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനൊരു മിസ്റ്റേക്ക് പറ്റിയാൽ ആ ഉത്തരവാദിത്വം എടുക്കും. അതും ഒരു എത്തിക്കൽ ഇഷ്യൂ ആണ്. കാരണം ലീഗലായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഇതുണ്ടാക്കിയ സോഫ്റ്റ്വെയർ കമ്പനിയാണോ, ഇത് മേടിച്ച ഹോസ്പിറ്റലാണോ, ഇത് ഉപയോഗിക്കുന്ന ഡോക്ടറാണോ ഇതിന് ഉത്തരവാദിത്വം എന്നുള്ളതിനൊരു ലീഗൽ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യൻ ലീഗൽ നോക്കുകയാണെങ്കിൽ പോലും AI എപ്പോഴും ഡോക്ടേഴ്സ് അസിസ്റ്റ് ചെയ്യുന്ന ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു ടെക്നോളജി ആയിട്ട് മാത്രമേ നമ്മൾ അലോ ചെയ്യുന്നുള്ളൂ. ഒരിക്കലും AI മെയിൻ സ്ട്രീമിലോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നില്ല. ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ. പിന്നെ ഒരു പുതിയ ഹോസ്പിറ്റലിനെ AI ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അതിന് വരുന്ന എക്സ്പെൻസും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും വളരെ അധികമാണ്. അതിനുള്ള റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ച്വലി കമ്പാരിറ്റീവ്ലി കുറവാണ്, അറ്റ്ലീസ്റ്റ് ഈ ഒരു സമയത്തെങ്കിലും. അതുകൊണ്ട് അത് പതുക്കെ വളരുന്നൊരു ടെക്നോളജി ആയിരിക്കും. ബട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നല്ലൊരു രീതിയിൽ നമ്മുടെ ഹെൽത്ത് കെയർ അസിസ്റ്റ് ചെയ്യുന്ന ടെക്നോളജി ആയിട്ട് മാറാൻ പൊട്ടൻഷ്യൽ ഉള്ള ടെക്നോളജിയാണ് AI.
ഇപ്പോൾ നമ്മളിപ്പോൾ സാറ് പറഞ്ഞല്ലോ മെഡിക്കൽ എത്തിക്സ് ഉണ്ട്, അപ്പം നമുക്ക് ഓരോ പേഷ്യൻസിൻ്റെയും അവരുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അത്ര കോൺഫിഡൻഷ്യൽ ആയിരിക്കണം അല്ലേ? അപ്പോൾ അത് നമ്മൾ ഈ എയിലാകുമ്പോൾ അത്ര പർട്ടിക്കുലർലി കൊടുത്താലാണ് അത് കൃത്യമായിട്ട് തരുന്നത്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ എത്തിക്സിനൊരു ഡിഫറെന്റ് രീതിയിലാണ് അത്. അപ്പൊ അത് ഒരു കറക്റ്റ് ആയിട്ട് അതെന്താ ചെയ്യാൻ പറ്റുന്നത്? നമ്മളിപ്പോ ചെയ്യുന്നത് പ്രാക്ടിക്കലി നമ്മൾ ഹോസ്പിറ്റലിൽ ഇൻ ഹോസ്പിറ്റലായിട്ട്, അതായത് പുറത്തോട്ട് അയക്കാത്ത രീതിയിലുള്ള നമ്മൾ ടെക്നോളജി ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഹോസ്പിറ്റൽ തന്നെ റൺ ചെയ്യും. നമ്മൾ ഡേറ്റ പുറത്ത് പോകുന്നത് നമ്മളിപ്പോൾ ഈ ചാറ്റ് ജിപിറ്റിലൊക്കെ കൊടുക്കുന്ന ഡേറ്റ ആക്ച്വലി ചാറ്റ് ജിപിറ്റി ഒരു നമ്മൾ ഇന്ത്യക്ക് പുറത്തുള്ളൊരു സെർവറിലാണ് റൺ ചെയ്യുന്ന ഇതാണ്. അപ്പോൾ നമ്മളെ ഡേറ്റ അങ്ങോട്ടാണ് പോകുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞത് അതേപോലുള്ള ആക്ച്വൽ ടെക്നോളജി ഫീസിബിൾ അല്ല മെഡിക്കൽ കെയറിൽ. അപ്പോൾ നമ്മളിങ്ങനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ആക്ച്വലി നമ്മുടെ ഡേറ്റ ഇവിടെ തന്നെ പ്രോസസ്സ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ നമ്മൾ എത്തിക്സ് പോലുള്ള കണ്ടീഷൻസ് നമുക്ക് സേഫ് ആക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ സാറിൻ്റെ ഒപ്പീനിയനിൽ ഇറ്റ്സ് സേഫ് ആണ്? നമ്മൾ സേഫ് ആക്കാനുള്ള പ്രിക്കോഷൻസ് എടുത്ത് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഹെൽത്ത് കെയറിൽ. അപ്പോൾ നമുക്കിപ്പോൾ AI എന്താണ്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണ്, അഡ്വാൻറ്റേജസ് എന്താണ് എന്നതിനെ കുറിച്ചിട്ടാണ് സാറ് നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. താങ്ക് യു.